ഇന്ന് ഈ കാണുന്ന കുപ്പികളെല്ലാം ഇവിടെ ലുലു ഒരു റീസൈക്ലിംഗ് ബിന്നുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ടിയുള്ള. അതിന്ന് കൊണ്ടിടണം. എൻ്റെ യൂണിഫോം കൊണ്ട് കൊടുക്കണം. ലെറ്റ്സ് ഗോ. ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ചൂട്. സമയം രാവിലെ 10:15 ആയിട്ടേ ഉള്ളൂ, 10:15 കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോനെ, ഇവിടുത്തെ ചൂട് രക്ഷയിലുണ്ടോ ഖത്തറില്? നല്ല ചൂടാണ് ഇപ്രാവശ്യം. ചൂടത്ത് ചായ കുടിക്കാറുണ്ടോ? നല്ല 42 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ചൂടിൽ നല്ല ചൂട് ചായ കുടിക്കണം, നല്ല രസമായിരിക്കും. Wow. Let's go to Lulu. Sparkler. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഈ സാധനം എൻ്റെ കയ്യിൽ. സോ ഞാൻ ബോട്ടിലാണ് ഡ്രോപ്പ് ചെയ്തു. മാൻ, ഇറ്റ്സ് വെരി ഹ്യൂമിഡ്, ഭയങ്കര ഹ്യൂമിഡ് കേട്ടോ. സോ ഓക്കെ, ക്രെഡിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഇത്. ഇതിൻ്റെ പോയിന്റ് വേഴ്സസ് എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ അത് വർക്ക് ചെയ്യുന്നുള്ളത്. ഇന്ന് അലോഷ്യയുടെ ഹെയർ കട്ടിംഗ് ഡേ ആണ്. അതിന് നമ്മൾ വില്ലാജിലോട്ട് പോവാ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ നമ്മൾ വില്ലാജിലാണ് പോകുന്നത്. അലോഷി റെഡി ആയിരിക്കും. അലോഷി, വേർ വി ആർ ഗോയിങ്? നമ്മൾ എവിടെ പോവാ? എവിടെ പോവാ നമ്മള്? എവിടാ പോകുന്നത്? ടാറ്റ പോകണം നമ്മള്. ടാറ്റ പോവാ. അലോഷിക്ക് മുടി വെട്ടാന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നമാണ്. അലോഷിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാന്നുള്ളത്. ട്രിമ്മറിന്റെ ശബ്ദം കേട്ടാല് പേടിക്കും അലോഷി. സോ ലെറ്റ്സ് ഗോ ടു വില്ലാജിയോ. ഇറ്റ്സ് റിയലി ഹോട്ട് ഔട്ട് സൈഡ്. സോ ക്യാപ്പൊക്കെ ഇട്ട് പയ്യനെ സെറ്റ് ചെയ്താ കൊണ്ടുപോകുന്നത്. സീത എന്തായിരുന്നു പൂച്ചയായിരുന്നത്? ഭയങ്കര ചൂടാ. ഓക്കെ, ഈ സമയത്ത് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. എസ്പെഷ്യലി എനിക്ക് അലോഷ്യം കൊണ്ട് ഇറങ്ങാൻ താല്പര്യമില്ല ഈ സമയത്ത്. 41 കാണിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നിയത് 41 അല്ല, 41 മേളിലാണ്. നല്ല ടെമ്പറേച്ചർ കേട്ടോ. നമുക്ക് ആദ്യം പോയിട്ട് മമ്മിയെ പിക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം ഇപ്പം എല്ലാവരും ഓഫീസൊക്കെ കഴിയുന്നതിന്റെ സമയമായി. അതാ റോഡ് നല്ല തിരക്കുണ്ട്. പണ്ട് ഇവിടെയൊക്കെ ഫ്രീ പാർക്കിംഗ് ആയിരുന്നു ഇവിടെ വിസിറ്റേഴ്സിന്, പേഷ്യൻ്റ് വിസിറ്റേഴ്സിനൊക്കെ. ഇപ്പോൾ ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആക്കി ഈ സ്ഥലങ്ങളിലൊക്കെ. ശരിക്കും എനിക്കൊന്നും ഖത്തറേ ഉള്ളൂ മിക്ക സ്ഥലങ്ങളിലും പെയ്ഡ് പാർക്കിംഗ് ഇല്ലാത്ത ഇടങ്ങൾ. ഈ ദുബായിലൊക്കെ എനിക്കറിഞ്ഞൂടാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയവരൊക്കെ. ദുബായിലൊക്കെ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് മാറ്റി വെക്കണം പാർക്കിങ്ങിന് വേണ്ടി. പാർക്കിങ്, ടോള്. ഖത്തറിൽ ആ ഒരു കാര്യത്തിൽ ഡീസൻ്റാണ്. ഈ ടോളും ഇല്ല ഇവിടെ. ഇപ്പം പാർക്കിംഗ് ചില സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ലുസൈലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഞാൻ കമ്മ്യൂട്ട് ചെയ്യുന്ന മിക്ക ദിവസങ്ങളിലും സ്ഥലങ്ങളിലൊന്നും പെയ്ഡ് പാർക്കിംഗ് ഇതുവരെയും ആയിട്ടില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ. ഷാലും ഇറങ്ങി വന്നിട്ടുണ്ട്. അത് പൊടിയുള്ള തുണിയല്ലേ? അത് പിടിച്ച് വലിക്കുമെന്ന് ഞാൻ കണ്ടില്ല. ഞാനത് വിശാലമായ പാർക്കിംഗ്. അലോഷി, നമുക്ക് ചെന്നിട്ട് ഉറങ്ങാം കേട്ടോ. നമ്മളിവിടെ വില്ലാജി വന്നു. ഇതാണ് ഇവിടുത്തെ ടോർച്ച് ടവർ. യു വാണ്ട് ടു വാക്ക്? അലോഷിയുടെ നല്ലൊരു മുടിവെട്ടൊക്കെ കഴിഞ്ഞ്
ഞങ്ങളുടെ മെക്ഡി വന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ചു. ശാലിനെ എന്തിനോടും ആദ്യം ഭയങ്കര ആർത്തിയാ, പിന്നെ ശാലിനെ പേടി വരുമ്പോഴത്തേക്കും കൈ കണ്ടിരിക്കും. മറിയാൻ പറഞ്ഞു അത്ര ഉള്ള കാര്യം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാന്തരം ഞാനും നമ്മൾ രണ്ടുപേരും നല്ല വെയിറ്റ് ഉള്ളതല്ല. അപ്പോൾ വെയിറ്റ് ഉള്ളത് ഉറപ്പായിട്ട് മറിഞ്ഞാൻ പറഞ്ഞു. എൻ്റെ കൊച്ചിലൊക്കെ ഞാൻ സ്ഥിരം കാണാറുള്ള ഈ ഒരു ബോട്ട്, ഒരു വെനീസ് സ്റ്റൈലുള്ളൊരു ബോട്ട്, പക്ഷേ ഇതുവരെയും കയറിട്ടില്ലായിരുന്നു. അത് 10 റിയാലുള്ളൂ, വെറും ചീപ്പ. ഒരാൾക്ക് 10 റിയാല്. നീ എപ്പോഴേയും കേട്ടിട്ടുണ്ടോ ഇന്നത്തെ കൊച്ചില്? അലോഷ്യ കാരണം വളർന്ന് പന്തലിച്ചിട്ടല്ല കയറേണ്ടത്. അത് സത്യമാണ്. കടി ബോട്ട് ബാലൻസ് ആവുന്നില്ല. ഞാൻ കൊണ്ട് ഒത്ത നടുക്കായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വില്ലേജിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം. ജയിലിൽ നിന്ന് പരോളിറങ്ങിയ ജയറാമിനെ പോലെ ഉണ്ട്. അലോഷിന് ഇരുന്ന് വന്നാലല്ലേ വെട്ടാൻ പറ്റത്തുള്ളൂ. അലോഷിൻ്റെ ഇരുന്ന് തരാത്തെ എന്താ ഇരുന്ന് തരാത്തെ? അഫ്രാൻ അൽ റയൻ ബേക്കറിയോ? അതാണോ റയൻ ബേക്കറി? ഏത് സ്ഥലം ഇവിടെ ഇത്? ഖലീഫ സ്റ്റേഡിയം അല്ലോ. കുറെ ഉണ്ടല്ലോ ഇതെല്ലാം. ഇവിടെ വന്നാൽ മതിയല്ലോ എല്ലാത്തിനും. ഓ, ഇവിടാണ് ഈ ആൾക്കാരൊക്കെ വന്നിട്ട് വ്ളോഗ് ഇട്ടത്. അത് ഇതായിരുന്നു, അതല്ലല്ലോ. ആ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതില് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ഇത്. ഓപ്പൺ ദ ഡോർ, ടേക്ക് വാട്ട് യു നീഡ് ഫോർ ഫ്രീ, ഡോണ്ട് കീപ് ഇറ്റ് ഫോർ യുവർസെൽഫ്. ആ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത്. അപ്പൊ ഫ്രീ ആണത്? ടീ സ്റ്റോപ്പോ ടീ ടൈം ആണ്. ടീ ടൈം ഔട്ട്ഡേറ്റഡ് ആയതെന്ന് സംശയമുണ്ട് എനിക്ക്. ടീ സ്റ്റോപ്പ് ടീനെക്കാട്ടും നല്ല ഇപ്പം. എവിടെ പോയാലും തിരക്കാ ടീ ടൈം. ഇത് നല്ല ദിവസമായിരുന്നു. നോട്ട് ബാഡ്, വെരി ഗുഡ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് എന്തൊക്കെയാണ്. Thank you for watching my video. Please like and subscribe.